കഴിഞ്ഞ കുറെ വർഷങ്ങളായി നരേന്ദ്രമോദി അടക്കമുള്ള പല രാഷ്ട്രീയ പ്രമുഖരും പ്രതിപക്ഷ നേതാവിനെ നിരന്തരമായി പരിഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനോബലത്തെ ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമം. അവയൊന്നും നടന്നില്ലെന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് മോദി 400 സീറ്റുകൾ നേടാൻ പോകുന്ന പാർട്ടിയുടെ നേതാവ്. അദ്ദേഹത്തിന് മുമ്പിൽ രാഹുൽ ഗാന്ധി ഒന്നുമല്ല. തിരഞ്ഞെടുപ്പിൽ മോദി പ്രധാനമന്ത്രിയാകുകയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തു. തന്റെ പ്രതിപക്ഷ നേതാവായുള്ള ആദ്യ ലോക്സഭാ പ്രസംഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധി മോദിയെയും ഭരണപക്ഷത്തെയും വലിച്ചു കയറി. എന്നാൽ മോദി ഇതിനെ പരിഹസിക്കുകയായിരുന്നു. പിന്നീട് സമീപകാല ചരിത്രം നോക്കിയാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ ലോക്സഭ മുഴുവൻ ഉണ്ടായിരിക്കും. ആ സമയം മോദി മറ്റ് പരിപാടികളുടെ പേര് പറഞ്ഞ് ഒഴിയുകയും അങ്ങനെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കാതോർക്കുകയാണ്. പുതിയ ഗവൺമെന്റ് വന്നതിനു ശേഷം ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ബാഹ്യ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ബംഗ്ലാദേശ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആദ്യം വിളിച്ചവരിൽ ഒരാൾ രാഹുൽ ഗാന്ധിയായിരുന്നു. സംവരണ പ്രശ്നത്തിന്റെ പേരിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രശ്നത്തിനിറങ്ങിയിരുന്നു. ഈ പ്രശ്നം സുപ്രീം കോടതി വിധിയെ തുടർന്ന് തീരേണ്ടതാണ്. എന്നാൽ അത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമായി മാറി. അവസാനം ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയും അവിടുന്ന് പലായനം ചെയ്ത് ഇപ്പോൾ ഇന്ത്യയിൽ അഭയം നേടിയിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജയശങ്കർ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾക്കായി അദ്ദേഹത്തെ വിളിച്ചത്. പിന്നീട് അദ്ദേഹം പ്രധാന പ്രതിപക്ഷ നേതാക്കളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെന്റിന് വ്യക്തമായിട്ട് അറിയാം രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ശബ്ദങ്ങളിൽ ഒരാളുടേത് രാഹുൽ ഗാന്ധിയുടേതാണെന്ന്. അതിനാലാണ് അദ്ദേഹം ഈ യോഗത്തിലേക്ക് രാഹുൽ ഗാന്ധി വിളിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിനും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും ഇന്ത്യയിൽ പ്രാധാന്യമുണ്ടെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് ഏറ്റവും അടുത്ത ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവരെ ഒരു സർവകക്ഷി യോഗത്തിന് ക്ഷണിച്ചത്. ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധി 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മന്ത്രി ജയശങ്കറിനോട് ഉന്നയിച്ചത്. ഒന്നാമത്തെ ചോദ്യം, ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും ഭാഗ്യശക്തികളുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ബംഗ്ലാദേശിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇന്ത്യ മുൻകൂട്ടി കണ്ടിരുന്നു. ഈ 2 ചോദ്യങ്ങളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബംഗ്ലാദേശിലെ ഈ കലാപത്തിൽ ചൈന, പാകിസ്ഥാൻ, ജമാഅത്തെ ഇസ്ലാമി, മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖലിദ സിയയുടെയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അടക്കം നിരവധി പേർ ഉണ്ടെന്ന് ഏകദേശം വ്യക്തമാണ്. ഇതിന് അനുകൂലമായ തെളിവുകളാണ് പുറത്തുവരുന്നത്. ബംഗ്ലാദേശിൽ ഈ ആഭ്യന്തര കലാപത്തിന് കാരണമായ 4 ശക്തികൾ ഒന്നിച്ചു നിന്നാൽ അത് ഇന്ത്യക്ക് വലിയ തരത്തിൽ ഭീഷണിയായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നിവയെല്ലാം പാകിസ്ഥാൻ പക്ഷപാതികളാണ്. അതിനാൽ ഈ ശക്തികളുടെ ഒത്തുചേരൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇവിടെ കാണുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയാണ്. അതുപോലെ തന്നെ വയനാട്ടിലെ ദുരന്തത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. 2 ദിവസത്തോളം വയനാടിനെ ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിലുണ്ടായിരുന്നു. കർണാടക മുഖ്യമന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ച് 10 കോടി രൂപ കർണാടക സർക്കാർ ദുരന്ത മേഖലയ്ക്കായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് 100 വീടുകൾ വെച്ച് നൽകുമെന്ന് പറഞ്ഞു. അതുപോലെ KPCCക്ക് രാഹുൽ ഗാന്ധി ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്രമാത്രം കേരളത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നുണ്ട്. ഇങ്ങനെ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദവും വ്യക്തിയുമായി ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്.